തിരുവനന്തപുരം വർക്കലയിൽ കുട്ടികൾ തമ്മിലുള്ള വാക്കുതർക്കം പറഞ്ഞു തീർക്കാനെത്തിയ അമ്മമാർ തമ്മിൽ കയ്യാങ്കളി. ഷൈഫ എന്ന സ്ത്രീയെ അയൽവാസിയായ യുവതിയും ഭർത്താവും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. സുഹൃത്തുക്കളായ കുട്ടികൾ തമ്മിലുള്ള വഴക്ക് സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ അമ്മമാർ തമ്മിൽ ആദ്യം വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയുമായിരുന്നു. ഇതിനിടെ അയൽവാസിയായ സ്ത്രീയുടെ ഭർത്താവ് സ്ഥലത്തെത്തി ഷൈഫയെ ആക്രമിച്ചെന്നും മുടിയിൽ പിടിച്ച് കിണറ്റിന്റെ ഭിത്തിയിലിടിക്കുകയും തറയിൽ തള്ളിയിട്ട് വയറ്റിൽ ചവിട്ടുകയും കഴുത്തിൽ ബലമായി പിടിച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ 10 വയസ്സുള്ള മകനെ ചുടുകട്ട കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. പരിക്കേറ്റ് തറയിൽ കിടന്ന യുവതി നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും അയൽവാസികളെയും പ്രതി ആക്രമിച്ചതായാണ് വിവരം. കിണറ്റിന്റെ ആ സൈഡിലൊരു കല്ല് വീണ് തലം പിടിച്ചു കൊടുത്തിട്ട് വീണ്ടും ചവിട്ടി പിടിച്ചു മാറ്റാൻ ചെന്നവരെല്ലാവരെയും അടിക്കാൻ നോക്കി അടിച്ച് അവരൊക്കെ ഇനി പോലീസ് വരുമ്പോൾ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവർ കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നീട് അവർ ഉമ്മിയ ഒരുപാട് ചോദിച്ചു. അവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് അടിച്ചത്. ഒരാൾ പിടിക്കാൻ ഒരാൾ അടിക്കാനാ മുടിക്കെട്ടി പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ കയറി പിടിച്ച് കൊങ്ങ കയറി പിടിച്ച് മോനും അയൽവാസിയായ ആ പെണ്ണിൻ്റെ മകനും കൂടെ വാക്ക് തർക്കങ്ങളുണ്ടായി. കൊച്ചുങ്ങൾ തമ്മിൽ ഇതായപ്പോൾ ഇവർ പെണ്ണുങ്ങൾ കയറി സംസാരിച്ചപ്പോൾ അതായത് ആ ചെറുക്കൻ്റെ ഉമ്മയും എൻ്റെ അനുജത്തിയും കൂടെ സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവളെ ഭർത്താവ് ഇറങ്ങി എൻ്റെ അനുജത്തി അടിക്കാനും തലയിലിട്ട് പിടിക്കട്ട പിടിച്ച് വലിച്ച് വർക്കല താലൂക്കിൽ കൊണ്ടുവന്ന് അവളെ എത്തിച്ച് അവർ പറഞ്ഞു വൈദ്യപരിശോധനയെല്ലാം കഴിഞ്ഞ ശേഷം അവളെ അരിയിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുചെന്ന് പരാതി കൊടുത്തെങ്കിലും അവർ പിന്നീട് ഞങ്ങളെ വിളിക്കാതെ പറഞ്ഞു. അവൾക്ക് രാത്രി പിന്നെയും വയ്യാതെയായി. ഞങ്ങളോട് നേരെ പാരിപ്പള്ളിയിൽ ആംബുലൻസിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയി സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു.